നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു ഇന്നലെ. അത് കഴിഞ്ഞ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ICUവിലേക്കാണ് നേരെ കൊണ്ടുവന്നത്. വലിയ പ്രശ്നമാണ്. ICUവിൽ അവിടുത്തെ നേഴ്സുമാരുമായിട്ടൊക്കെ ഫോട്ടോ എടുപ്പും അതും ഇതുമൊക്കെ ആയിട്ട് കഴിഞ്ഞു. വളരെ ഉല്ലാസമായ രീതിയിൽ നന്നായിട്ട് കഴിഞ്ഞു. അതുവരെ വലിയ കഴുത്തിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിത് കാണുന്നത്, ആദ്യത്തെ ആ വീഡിയോ ചെയ്തപ്പോൾ ഞാനിത് കണ്ടിരുന്നില്ല. പിന്നെയാണ് ഇതിൻ്റെ ബൈറ്റുകൾ ഞാൻ കാണുന്നത്. അതായത് 2021 ഇലക്ഷൻ്റെ ആ സമയത്ത് അങ്ങാണ്ട് സമയത്ത് ഈ ഈ ഇത് ഈ ഈ പറയുന്ന ഈ സ്ത്രീക്ക് ഇവർക്ക് ഏതോ വാഹനാപകടത്തിൽ പരിക്കേറ്റു, എടുത്ത് കഴുത്തിന് പരിക്കേറ്റിട്ട് അന്ന് കോളർ ഇട്ടുകൊണ്ട് നടപ്പുണ്ട്. അപ്പോൾ സ്പോണ്ടിലോസിൻ്റെ ഒരു കാരണമായിട്ട് മാറാം പല ആക്സിഡൻസും. അങ്ങനെയുള്ളവർക്ക് ഈ കോളർ ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ടതായിട്ട് വരും. അത് ഈ കൂടുതൽ യാത്ര ചെയ്ത്, ഇപ്പോൾ എനിക്ക് സ്പോണ്ടിലോസിസ് ഉണ്ട് യഥാർത്ഥത്തിൽ. ഞാൻ ഇതുമായിട്ട് ഗുസ്തി കൂടാറില്ല വളരെ. എന്നാലേ നമുക്ക് ഇതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങ് നടന്ന കുഴപ്പമില്ല. ഞാനിതിന് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കാണപ്പെടൽ ഞാൻ വളരെ സൂക്ഷിക്കും. ഈ തലയണ വെക്കുന്നതുമൊക്കെ ഞാൻ വളരെ കനം കുറഞ്ഞ രീതിയിലുള്ള ഇതേ ചെയ്യുള്ളൂ. അത് മാത്രമല്ല, കൈ തലയിൽ ഊതി കിടക്കത്തില്ല. അതൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ പ്രശ്നം. നമ്മുടെ ഇത് പെടലിയൊക്കെ വളഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാവാം. എന്നാലും ചിലപ്പോൾ ഒരു 4-5 വർഷം കൂടുമ്പോഴെങ്ങാണ് ചിലപ്പോൾ ഒരു തവണ എങ്ങാണ് ഇത് വരുമ്പോൾ കോളർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് കെട്ടി അനങ്ങാതെ വീട്ടിൽ 2 ദിവസം ഇരിക്കും. ഇത് കഴിഞ്ഞാൽ അന്നേരം അതങ്ങ് കഴിച്ചു കളയും. പിന്നെ ഒരു കുഴപ്പമില്ല, മാറും. ഇവരിതുപോലെ ചെയ്തുകൊണ്ടിരുന്നവരാണ്, ഉറപ്പാണ്. അതായത് സത്യം പറയുമെങ്കിൽ, അതെനിക്ക് അങ്ങനെ ഞാൻ പറയുന്നത്, സത്യം പറയുമെങ്കിൽ ഇതാണ് സംഭവം. ഇവരെ കഴുത്തിലൊന്നും ആരും അടിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരുപാട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയായാലും കൂടും. പ്രത്യേകിച്ച് ഇപ്പോൾ കാർ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് നല്ല മിനുസമുള്ള റോഡൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അത് ഫ്ലൈറ്റിലാണെങ്കിൽ പോലും ഉണ്ടാവും, പിന്നാണോ കാറിനകത്ത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇത് സംഭവിച്ചു വെച്ചേക്കുന്നത് എന്തറിയാമോ? ഇത് ഈ പയ്യന്മാർ ഏതാണ്ട് 4-5 പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത്. അവന്മാർ ഏതോ ഒരു തുണി എടുത്ത് കാണിച്ച്, ഈ കറുത്ത തുണിയും കാണിച്ചിട്ട് പ്രതിഷേധവും വിളിച്ചുകൊണ്ട് നടന്നു. ഇത്ര അല്ലാതെ അവരിടയിലും ഇവരുടെ ഇടയിലുമായിട്ട് പോലീസുകാരായിരുന്നു നിറച്ച്. ഈ പിള്ളേർക്ക് ഇവരെ അടുത്ത് പോലും പോകാൻ പറ്റിയില്ല. അത് ആ വിഷ്വൽസിൽ നിന്നെല്ലാം കാണാം. പിന്നെ കറുത്ത തുണിയുള്ള ഒരാൾ അങ്ങോട്ട് ചെന്നിട്ട് ഇത് ഓടിച്ചെന്നു, ഇവരെ ആക്രമിച്ചു, കഴുത്തിന് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മുടെ സഖാവ് MV ജയരാജൻ ഒരെണ്ണം അങ്ങ് പുറത്തു വിട്ടു. ഞാനിത് പുറത്തു വിടുകയാണ്, ഈ വീഡിയോ ആരും കണ്ടിട്ട്. ആ വീഡിയോ എല്ലാം പുറത്തു വിട്ട് എല്ലാവരും അനലൈസ് ചെയ്തു, എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ, ഇവരുടെ ഗൺമാൻ കറുത്ത വസ്ത്രധാരിയാണ്. അയാളുടെ ഉടുപ്പിൻ്റെ കൈയായി കാണുന്നത് ഇവരെ കഴുത്തിനടുത്ത്. അയാളും ഇവരെ ഇടിച്ചൊന്നുമല്ല, ഇവർക്കൊന്നും പറ്റിയില്ല. പിന്നെ ഈ കഴുത്ത് പെടലി വെട്ടിച്ചാലുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ ഈ അസുഖമുള്ളവർ, സ്പോണ്ടിലോസിസ് ഉള്ളവർ, ഈ കഴുത്ത് വല്ലാതെ പെട്ടെന്ന് സ്പീഡിന് വെട്ടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവും. ആ രീതിയിലുള്ള പ്രകടനങ്ങൾ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കഴുത്തിന് വേദനയൊക്കെ വരാം. ഈ കഴുത്തിൻ്റെ വേദന അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, അത് റേഡിയേറ്റ് ചെയ്ത് കയ്യിലേക്കൊക്കെ വരും, ഉള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ വരും. അതൊക്കെ റെസ്റ്റ് എടുത്താൽ മാറുന്ന കാര്യമേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ഈ കോലാഹലം ഉണ്ടാക്കി മുഴുവൻ ഇതേപോലെ അതായത് ആ പാർട്ടിയുടെ നേതാക്കൾ ഈ കള്ളത്തരം വിളിച്ചു പറഞ്ഞ് പിള്ളേർ കയറി ഇവരെ അടിച്ചെന്നും ഇവരെ പെടലി പിടിച്ചെന്നും ഒക്കെ പറഞ്ഞത് കാരണം ഉണ്ടായ കോലാഹലം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്തെല്ലാം ഈ വലിയ ബഹളങ്ങളാണ്. കോൺഗ്രസിൻ്റെ ഓഫീസ് ആക്രമിക്കുക, ഇതൊക്കെ ചെയ്തേക്കാണ് യൂത്ത് കോൺഗ്രസ്. ഈ പിള്ളേർ, KSUക്കാർ പിള്ളേർ ഇതേപോലെ കാണിച്ചു. ഒരു കാര്യമുള്ളതല്ല. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവർ നടത്തിയിട്ടില്ലേ ഇതുപോലുള്ള സമരം? ഈ സ്ത്രീ ചെയ്ത് കാണത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവരുടെ പാർട്ടിക്കാർ ചെയ്യത്തില്ലേ, സമരം ചെയ്തിട്ടില്ലേ? സമരം ചെയ്യുക എന്ന് പറയുന്നതും പ്രതിഷേധിക്കുക എന്ന് പറയുന്നതും ഇവരെ അവകാശമാണ്, ജനങ്ങളുടെ അവകാശമാണ്. അപ്പോൾ അതിനെ ഒരു യഥാർത്ഥത്തിൽ ഒരു സാമാന്യ ബുദ്ധിയോടുകൂടി അന്തസ്സായിട്ട് അത് ഉൾക്കൊണ്ടിട്ട് അതുമായിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നതിന് പകരം ആവശ്യമില്ലാതെ അവന്മാരിവിടെ കാണുമെന്ന് എനിക്കറിയാം, അവന്മാരെ ഇങ്ങോട്ട് ഇറക്കി വിടും, ഞാനങ്ങോട്ട് ചെല്ലാം എന്നൊക്കെ പറഞ്ഞ് കുറേ കയ്യും കെട്ടിയുള്ള നിപ്പൊക്കെ നമ്മൊന്ന് കാണേണ്ടത് തന്നെയാണ് ആ കാഴ്ച. അതിനിപ്പോൾ കോട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഇന്ന് വെളുപ്പിനെ
അത് ഇതുവരെ അവർക്ക് ഭയങ്കര മെഡിക്കൽ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ഇപ്പോൾ അവരെ ഹാർട്ട് ലങ്സ് ആയെന്നും ലങ്സ് ഹാർട്ടായെന്നും ഒക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള വളരെ വലിയ മെഡിക്കൽ റിപ്പോർട്ടും ഒക്കെ വെളിയിലോട്ട് വന്നത്. ഇത് ഈ പറയുന്നത് കേട്ടാൽ തോന്നും വലിയ പ്രശ്നമാണ്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള ഒരാളെയാണ് ഇന്ന് വെളുപ്പിനെ 4 മണിക്ക് ICUവിൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് ഡിസ്ചാർജ് ചെയ്തു. കാറിനകത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് മൂർച്ഛിച്ചോളും. പിന്നെയും ഒരു ആശ്വാസമാവും ആശുപത്രി കിടക്കാൻ. ഭാഗ്യത്തിന് അവിടുന്ന് രക്ഷപ്പെട്ട നന്നായി കേട്ടോ ഇവർ, അതുറപ്പാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അവിടുന്ന് ഈ കണ്ണൂരിൽ നിന്ന് ഇതും കൊണ്ട് ഇനി പോരുന്നത് നന്നായി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇപ്പം തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈ ഈ ദ്രോഹം, ഈ പിള്ളേരെ വധശ്രമത്തിൻ്റെ കേസിലാണ്, അതായത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, അതിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്, പ്രതി ചേർത്തേക്കുന്നത്. ജാമ്യം കിട്ടത്തില്ല യവന്മാർക്ക്. യവന്മാരെ എന്ത് ചെയ്തിട്ടാണ്, എന്ത് ദ്രോഹമാണ് കാണിച്ച ആ പിള്ളേരെടുത്ത്? അവരുടെ ഭാവി പോകത്തില്ലേ? യവന്മാർക്ക് ഒരാവശ്യമില്ലാതെ അവിടെ പോയി കയറിയതാണ്. ഇവർ കരിങ്കൊടി കാണിച്ചിട്ട് എന്താ കാര്യം? വേറെ ജോലിയൊന്നുമില്ല യവന്മാർക്ക്. അത് യവന്മാർ വൃത്തികെട്ടവന്മാരാ, അല്ലെങ്കിൽ അവിടെ പോകത്തില്ല. ആവശ്യമില്ലാതെ ഇതുപോലൊരു സ്ത്രീയാണ് അവരടുത്ത് ഇതേപോലെ ചെന്ന് ഈ ബഹളം ഉണ്ടാക്കി അവിടെ ഇത് പിടിച്ചു പറ്റി. ഇവർ വളരെ ആ രീതി പെരുമാറുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണല്ലോ പത്രക്കാരെടുത്ത് ഒരു മാധ്യമപ്രവർത്തകർ പ്രൊവോക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ കാര്യം വിളിക്കുക. ആരെയാ? ഈ മന്ത്രിയെ പ്രൊവോക്ക് ചെയ്യില്ലെന്ന്. അവർ പ്രൊവോക്ഡാണ്, ആ രീതിയാണ്. അപ്പോൾ ഏതായാലും അതായത് ഈ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് കേട്ടിട്ടില്ലേ? നായ ഇങ്ങനെ മോങ്ങാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു, ഒരു കാരണം വേണം, ഒന്നുമില്ല. അപ്പോൾ തലയിലൊരു തേങ്ങ വീണ് എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. ആ പഴഞ്ചൊല്ല് വളരെ അന്വർത്ഥമാക്കിയിട്ടുണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞ് ഇപ്പോൾ കാറിനകത്ത് വെളുപ്പിനെ പോയേക്കാണ്. ഈ കാർ യാത്ര ഇവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. അവർക്ക് കാണും, കാരണം കഴുത്തിന് പണ്ടേ അവർക്ക് അസുഖം ഉള്ളതാണ്. ആ പെടലിക്ക് ഇവർക്ക് യാത്ര കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പെടൽ വെട്ടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലോ ഇതുണ്ടാവാം, വരും. അപ്പോൾ ഇത് ഈ സ്പോണ്ടിലോസിസ് ഉള്ളവർക്ക് ഇത് കൂടുതൽ റെക്കർ ചെയ്യും, എപ്പോഴും റെക്കർ ചെയ്യും. അവർ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ കഴുത്തിന് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ പലരും കണ്ടിട്ടില്ലേ, ഒരു വളയം പോലൊരു സാധനം ഈ പഞ്ഞി കൊണ്ട് റെഡിയാക്കി എടുത്ത് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ ഫോം കൊണ്ട് ശരിയാക്കി വെച്ചേക്കുന്നത് നമുക്ക് വെളിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ സാധനം ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതിൻ്റെ കാരണം എന്താ പറയുക, ആ കഴുത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കാനാണ്. യാത്രയിൽ നിർബന്ധമായിട്ട് അത് ചെയ്യണം. പിന്നെ ഇത് അല്ലെന്നുണ്ടെങ്കിൽ കോളർ ഇട്ടുകൊണ്ട് യാത്ര ചെയ്യണം, അതാ വേണ്ടത്. ഈ കോളർ ഇടണം, അത് ഒരു കുഴപ്പമില്ല. കോളർ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ ചികിത്സയൊന്നുമല്ല. ഈ കോളർ ഇടുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമാണ്. ഏതായാലും പെയിൻ കില്ലറും കഴിച്ച് ഈ കോളറും ഇട്ട് കഴിഞ്ഞാൽ ഇത് 2 ദിവസം കൊണ്ട് പമ്പ അടക്കും, ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നവുമില്ല, വേദനയെല്ലാം മാറും. ഇതാണ് സംഭവം. അപ്പോൾ അതിന് ഈ പിള്ളേരെ പിടിച്ച് ജയിലിലിട്ട് അവന്മാർക്ക് ജാമ്യം കിട്ടുന്നത് ജയിലിൽ കിടക്കണം. പിന്നെ വേറെ കാര്യം, ഇനി അഹങ്കാരം കാണിച്ചല്ലേ കിടക്കട്ടെ 3-4 ദിവസം, ഒരു പ്രശ്നവുമില്ല. ഇത് കള്ളത്തരമാണ് എങ്കിൽ പോലും, അതായത് അവർക്കെതിരെ കള്ളക്കേസാണെങ്കിൽ പോലും കിടന്നോട്ടെ, കാരണം യവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇറങ്ങിപ്പോയതല്ലേ. ഇനി ഇത് മാത്രമല്ല, അതിൽ ബിദുലെന്ന് പറയുന്ന ആ പയ്യൻ്റെ വീട് അന്വേഷിച്ച്, അതിൻ്റെ DYFIയുടെ ഒരു നേതാവ് വീട് അന്വേഷിക്കുന്നതിൻ്റെ അതിൻ്റെ എല്ലാം ഏതാണ്ട് ഈ രേഖകൾ, ചാറ്റിൻ്റെ രേഖകൾ ഷാഫി പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ അത് പുറത്തു വിട്ടു. കാരണം ഇത് ഇയാളെ അന്വേഷിച്ചറിഞ്ഞ് എന്തോ കാര്യം എന്നറിയോ, എന്നിട്ട് ഇന്ന് വെളുപ്പിനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ബോംബെറിഞ്ഞു. ഈ പയ്യൻ്റെ വീട്ടിൽ ബോംബെറിഞ്ഞ് അവിടുത്തെ ജനച്ചില്ലയൊക്കെ തകർത്തു, അതിൻ്റെ വാതിലോ ഇതൊക്കെ പോയി, ആ വീട്ടിൽ ഒരുപാട് നാശമൊക്കെ ഉണ്ടാക്കി. ഇതിനൊക്കെ ആര് സമാനം പറയും? ഇതൊന്നുമില്ലെങ്കിൽ ഇതൊരു സ്ത്രീയല്ലേ? അപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യാമോ ഇതുപോലുള്ളത്? ആ പയ്യനെ ഒരല്പമെങ്കിലും മനസ്സിനൊരലിവ് വേണ്ടേ? ഒരു കള്ളക്കേസ് കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇവരെ ഉപദ്രവിച്ചു എന്നിവർക്കൊരു കേസുണ്ടെങ്കിൽ അത് നല്ലത്. നാട്ടുകാർക്ക് ഇന്നത്തെ കാലത്ത് കള്ളം പറയാൻ പറ്റത്തില്ല. ഇത് ക്യാമറ കണ്ണുകൾ എല്ലായിടവും ഉണ്ട്. അവിടെ ഈ കള്ളം പറഞ്ഞുകൊണ്ടൊന്നും നിൽക്കത്തില്ല, കാരണം ഇത് എല്ലാവർക്കും കാണാം. ഞാൻ എല്ലാ വിഷ്വൽസും ഞാൻ നോക്കി, ഒരൊറ്റ വിഷ്വലിലും ഇവരെ അടിക്കുന്ന ഒരു വിഷ്വലും ഇല്ല. അന്നതുകൊണ്ടായിരിക്കാം യൂത്ത് കോൺഗ്രസ്സുകാർ പല ഓഫറാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇവരുടെ കഴുത്തിന് ആരെങ്കിലും അടിക്കുന്നതിൻ്റെ കേസുകാർ അല്ലെങ്കിൽ ആരെങ്കിലും അടിക്കുന്നതിൻ്റെ ഒരു വിഷ്വൽ കാണിക്കാമെന്നുണ്ടെങ്കിൽ, ശരിയായിട്ടുള്ളത് കാണിക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് 1 പവൻ കൊടുക്കാം എന്ന് പറഞ്ഞു.
ഒരാളാണെങ്കിൽ 1,00,000 രൂപ കൊടുക്കാം ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവനായി എടുക്കുന്ന ലാഭം കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം അവർക്ക്. എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. കാരണം ഈ അടി കിട്ടിയെങ്കിൽ. അപ്പോൾ ഇത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഉറപ്പ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് പറഞ്ഞേക്കുന്നത് എന്താ, അതൊന്ന് ക്ലിയർ, അതിലൊന്നുമില്ല, ഇവരെ അടി കൊള്ളുന്നതിൻ്റെ രംഗം ഒന്നുമില്ല, അങ്ങനൊരു വിഷ്വലില്ല. അവിടുത്തെ CCTV ഫുട്ടേജ് പുറത്തു വിടണമെന്ന് അതുകൊണ്ടാണ് ആളുകളൊക്കെ വിളിച്ചു പറയുന്നത്. ഇനി ഇതും മുതലെടുത്തുകൊണ്ട് കണ്ട UDFൻ്റെ ആ കോൺഗ്രസിൻ്റെ ഓഫീസുകളൊക്കെ അടിച്ചു പൊളിക്കാനുമൊക്കെ നല്ലൊരു ഊർജം ഉണ്ടാക്കി കൊടുക്കുകയാണ് DYFIക്കാർക്കും SFIക്കാർക്കും ഒക്കെ. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അണികളെ ഇളക്കി വിടാൻ വേണ്ടി ഇത്രയും കള്ളത്തരം പറയണോ നേതാക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ സഹോദരി എടുത്ത് ഞാൻ ചോദിക്കുക, ഇത് നിങ്ങളൊരു സ്ത്രീയല്ലേ, ഇതുപോലെ ചെയ്യാമോ? മാത്രം വേറെ ഒരു വനിത, അത് വനിതയാണെന്നോ എന്ന് പോലും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. കാരണം ആ വർത്തമാനം അതായിരുന്നു. ആ പറഞ്ഞ വാചകം എനിക്ക് നോമ്പായതുകൊണ്ട് എനിക്കതെടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വളരെ, അതായത് സ്ത്രീകളെ മോശം, അതായത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ അമ്മമാരെ അത്രത്തോളം മോശമായിട്ട് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതാണ് ഒരു സ്ത്രീ. ഏതാണ്ട് MA കാരിയാന്നോ PhD കാരിയാന്നോ ഒക്കെ പറയുന്നുണ്ട് എനിക്ക്. പക്ഷേ വിവേകം എന്ന് പറയുന്ന ലെവലേശം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇതേപോലുള്ള വർത്തമാനം പറയത്തില്ല ഒരിക്കലും. ഇങ്ങനെ ഉള്ളൊരു വേണം കേട്ടോ ഇതിനകത്ത്. അതാ വേണ്ടത്. ഇനി അവർക്ക് ആ മഹതിക്ക് ഒരു സീറ്റും കൂടെ നിങ്ങൾ തരപ്പെടുത്തി കൊടുത്താൽ നല്ലതാണ്, എങ്ങനെയെങ്കിലും മത്സരിക്കാൻ. അതാ വേണ്ടത്. ഏതായാലും പോലീസ് ഏതാണ്ട് അതിന് കേസെടുത്തിട്ടുണ്ട്. തെറിയെന്ന് പറഞ്ഞാൽ എന്തുമാത്രം മോശമായ രീതിയിലാണ് പറഞ്ഞേക്കുന്നതെന്നറിയാം. അത് അത്ര വളരെ വഷളായ കാര്യമാണ് വിളിച്ച് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ സ്ത്രീകൾക്ക് ചേർന്നാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിക്കുക. ഈ പിള്ളേരെ വെറുതെ ആവശ്യമില്ലാതെ ഈ കള്ളക്കേസ് കുടുക്കി അകത്തിടേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകുന്നത്? ഈ കേരളത്തിൽ ജനങ്ങളല്ലേ കാണാൻ മുമ്പ് കാണിക്കാൻ വേണ്ടിയല്ലേ ഇത് SFIക്കാരെയും DYFIയും കാണിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് തലയിലൊന്നും ഇല്ലാത്തവരായതുകൊണ്ട് ഈ നേതാക്കൾ പറയുന്നതേ അവർ കേൾക്കുള്ളൂ. അത് നമ്മൾ അവരെ തിരുത്താമെന്നൊന്നും വിചാരിക്കരുത്, നടക്കുന്ന കാര്യമല്ല. കാരണം അവരത് ആദ്യമേ അത് പണ്ട് മുതലേ അത് തിന്ന് അത് ശ്വസിച്ച് ഒക്കെ പോയുള്ളവരാണ്. അതുകൊണ്ട് അവരത് മാറ്റാനൊന്നും പറ്റത്തില്ല. ഇത് ജനങ്ങളെ കാണിക്കാനാണല്ലോ, ജനങ്ങളെ കണ്ണി പൊടിയിടാനാണല്ലോ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരും ഒന്നും ഉപദ്രവിച്ചില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ കണ്ടാലറിയാം. ഇതെല്ലാവർക്കും കാണാം. പണ്ടത്തതുപോലെ അല്ല, ഇപ്പോൾ ഇത് മുഴുവൻ കാണാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് അതിനുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാക്കാനില്ല. ഒറ്റ പ്രയോജനമുള്ളൂ, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുക, നാട്ടിൽ അനാവശ്യമായ കലാപങ്ങൾ അഴിച്ചുവിടുക, എതിർഭാഗക്കാരെ ആക്രമിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുക. ഇതല്ലാതെ വേറെ ഒരു പ്രയോജനം ഇതുകൊണ്ടില്ല. ഏതായാലും നമ്മുടെ ബഹുമാനിയായ ശ്രീമതി വീണ ജോർജിന്, അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്നും, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ശാരീരിക അവശതകളിൽ നിന്നൊക്കെ പെട്ടെന്ന് മുക്തയായി മുമ്പോട്ട് വന്ന് ഈ ആരോഗ്യ രംഗത്തുണ്ടായിരിക്കുന്ന ഈ അഴിമതികളൊക്കെ ഒന്ന് തുടച്ചു നീക്കാനുള്ള ഒരു ഊർജം കിട്ടട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.